സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന ഈ മഹത്തായ ധ്യാന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മസ്വരൂപരായ എല്ലാവർക്കും ആത്മവസ്തു പൂർണ്ണമായും അനുഭവനീയമാകാനുള്ള അവസ്ഥയുണ്ടാവട്ടെ, അനുഭവമാകാനുള്ള അവസ്ഥയുണ്ടാവട്ടെ. ജയ് ശ്രീ മാതാജിയുടെ നാമത്തിൽ. അപ്പോൾ എല്ലാവരും തന്നെ കുണ്ടലിനിയൊക്കെ ഉയർത്തി ആ സഹസ്രാരയിൽ ഇത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ബന്ധനമൊക്കെ ചെയ്ത് ആ ചൈതന്യ ലഹരിക്ക് ഉള്ളിലിരുന്നു കൊണ്ട് പൂർണ്ണമായിട്ടും ശ്രീ മാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് ആ ഒരു നിർവിചാരിത സ്ഥിതി സാധ്യമാക്കി തരണേ എന്ന് ശ്രീ മാതാജിയോട് അപേക്ഷിക്കുക. ആ ഒരു നിർവിചാരിത സ്ഥിതി സാധ്യമാക്കി തരണമേ എന്നും അതേപോലെ ആ സഹസ്രാരയിൽ തന്നെ ശ്രദ്ധ വയ്ക്കാൻ കഴിയണേ എന്നൊക്കെ, നമ്മളിൽ എന്തൊക്കെ ന്യൂനതകളുണ്ടോ, എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ തന്നെ നമ്മളുടെ അമ്മയോട്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ അമ്മയോട്, കാരണം നമ്മുടെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള ഭാഗമായിട്ടുള്ള നമ്മൾ ഫിസിക്കലി കാണുന്ന നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ പ്രധാനമുള്ളതാണ്. അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിച്ച് നമ്മൾ യോഗ പ്രാപിച്ച് നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തും നമ്മളുടെ പ്രധാനമായിട്ട് നമ്മളുടെ യഥാർത്ഥ അച്ഛനും അമ്മയുമായിട്ടുള്ള സാക്ഷാൽ ശ്രീ സദാശിവൻ്റെയും സാക്ഷാൽ ശ്രീ മാതാജി നിർമ്മലാദേവിയുടെയും പുത്രരാണ് നമ്മൾ. ആ അമ്മയുടെ കാരുണ്യത്താൽ നമുക്ക് പുനർജന്മം കിട്ടിയവരാണ്. കാരണം കുണ്ടലിനി അവേക്കനിങ്ങിലൂടെ എല്ലാ ശാപപാപദോഷങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ നീക്കി പുനർജന്മം അമ്മ തരികയാണ് കുണ്ടലിനി അവേക്കനിങ്ങിലൂടെ ചെയ്യുന്നത്. അത് ഈ യുഗത്തിൽ മാത്രം ആദിശക്തിയുടെ ഒരു കാരുണ്യത്താൽ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അമ്മയോട് പരിപൂർണമായിട്ടും നമ്മളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള പൂർണ്ണമായ ഒരു സറണ്ടറിങ് വയ്ക്കുക. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അമ്മയോട് നിങ്ങൾ സദാ സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ആദിശക്തി ത്രിഗുണാത്മികയായിട്ടുള്ള ആ മാതാവ് ഈ യൂണിവേഴ്സ് മുഴുവൻ, ഈ വിശ്വം മുഴുവൻ സൃഷ്ടിച്ച ആ അമ്മ നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി എനർജി ആയിട്ടുണ്ട്. ആ അമ്മയോട് സദാ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു പ്യുവറായിട്ടുള്ള എന്ത് വേണമെങ്കിലും അമ്മയോട് സംസാരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്യുവറിറ്റിയോടുകൂടിയുള്ള നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുക. അമ്മയ്ക്ക് പൂർണ്ണമായും നിങ്ങളെ അമ്മ അതെല്ലാം കേൾക്കുന്നതായിരിക്കും. കാരണം ഈ യുഗത്തിൽ അത് മാത്രമാണ് മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള മാർഗം എന്ന് അമ്മ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് അമ്മ ഈ വിദ്യ പൂർണ്ണമായിട്ടും മനുഷ്യന് പകർന്നു കൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ വരികയുണ്ടായത്. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സ്വയം ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മളെ ഒന്ന് വിലയിരുത്താൻ എന്നും ശ്രമിക്കുക. ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരല്പനേരം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മളുടെ ആ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഗുണങ്ങളിൽ എന്തൊക്കെ നമ്മളിലുണ്ട്, ഏതൊക്കെ ഗുണങ്ങൾ നമ്മളിൽ യഥാർത്ഥത്തിലുണ്ട്, എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ ഇല്ലാത്തത് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയിട്ട് അതിനുവേണ്ടി അമ്മയോട് ആ ഒരു ഗുണം നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള ശക്തി തരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളുടെ ആ ഒരു ശരിയായ മാർഗത്തിലൂടെയുള്ള ആ ഒരു സഹജയോഗിയായിട്ട് നല്ല രീതിയിൽ എല്ലാത്തിലും നിന്നുകൊണ്ട്
എല്ലാ നന്മകളിലും സർവ്വത്തിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അതൊക്കെ തന്നെ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നലെ നമ്മൾ മൂലാധാര ചക്രത്തിൻ്റെ ആ ബീജമന്ത്രം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി മൂലാധാര ചക്രം ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്നലെ ശീലിക്കുകയുണ്ടായി. അത് ലം എന്നതാണ് മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രം. ലം നമുക്ക് പ്രത്യേകിച്ചും മൂലാധാര ചക്രത്തിന് 4 ദളങ്ങളായതുകൊണ്ട് 4 തവണ ജപിക്കാൻ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ 4 തവണ വീണ്ടും 4 തവണ വെച്ച് 4 തവണ വേണമെങ്കിൽ ജപിക്കാം. അങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് പോകെ നിങ്ങൾ ആ ധ്യാനത്തിലൂടെ വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതേപോലെ തന്നെ ആ ചൈതന്യ ലഹരിയുടെ പ്രവാഹത്തിലൂടെ ആ സ്പന്ദന അവബോധത്തിലൂടെ നിങ്ങൾക്ക് തന്നെ അത് എന്തൊക്കെയാണ്, എവിടെയാണ് ന്യൂനതകൾ, എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഇൻഡിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. പിന്നെ ഈ കാണിക്കുന്ന നമ്പറുകളിലൊക്കെ ബന്ധപ്പെട്ട് ആ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെൻറ്ററുകളിലൊക്കെ പോയി കളക്റ്റീവായിട്ടുള്ള ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹജയോഗയിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മൾ തന്നെ ചെയ്യുന്നതൊക്കെ നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു വെർട്ടിക്കൽ ഗ്രോത്തിന് മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. സഹജയോഗയിൽ നമുക്ക് 2 തരത്തിലുള്ള ആ ഒരു ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ വെർട്ടിക്കലായിട്ടുള്ള ആ ഒരു ഗ്രോത്തും ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഗ്രോത്തുമുണ്ട്. അപ്പോൾ അത് നമ്മൾ കളക്റ്റീവായിട്ട്, കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വ്യക്തിയല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു വിരാട് പുരുഷൻ്റെ ശരീരത്തിലാണ് നമ്മളെല്ലാം തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഒരു കളക്റ്റിവിറ്റിക്ക് എപ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ തന്നെ ഇരുന്ന് ഒരാൾ ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ വെർട്ടിക്കൽ ഗ്രോത്തും നമ്മുടെ ചക്രാസിനെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്കത് കഴിയുന്നുണ്ട്. എങ്കിലും എല്ലാവരും കൂടിയിരുന്ന് കളക്റ്റീവായിട്ട് എത്രമാത്രം ചെയ്യാൻ ധ്യാനവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു ശക്തി വളരെ വ്യത്യസ്തമാണ്. അവിടെ ആദിശക്തിയുടെ ആ ഒരു ചൈതന്യ ലഹരിയുടെ പ്രവാഹവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതേപോലെ ആ കളക്റ്റീവായിട്ടുള്ള ധ്യാനം നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളുടെയൊക്കെ നമ്മുടെ ചക്രങ്ങളുടെയൊക്കെ ആ ഒരു ശക്തി വളരെയധികം കൂട്ടാനും ഒക്കെ അത് വളരെയധികം പ്രയോജനം ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഉപരി വലിയ പ്രയോജനം അതിലൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ തന്നെ ഈ പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ട് ധ്യാനമൊക്കെ ശീലിക്കുന്നുണ്ടെങ്കിലും അതിലുപരി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്ററിൽ പോവുകയും ധ്യാനം അവിടെ എല്ലാവരും കൂടിച്ചേർന്ന് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഒരു കാര്യം അതാണ്. അവിടെ ആ ഊർജ്ജത്തിൻ്റെ വളരെ വർഷങ്ങളായിട്ട് സഹജയോഗം ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് ഇരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കൈമാറ്റവും ഒരു സന്തുലിതാവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ രണ്ടാമത്തെ ചക്രം ആയിട്ടുള്ള സ്വാധിഷ്ഠാൻ ചക്രയുടെ ബീജമന്ത്രം നമുക്ക് ശീലിക്കാം. അത് വം എന്നുള്ള അക്ഷരം ആണ്, ബീജമന്ത്രമാണ് നമുക്ക് സ്വാധിഷ്ഠാൻ ചക്രയുടെ ബീജമന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും അത് സ്വാധിഷ്ഠാൻ ചക്രയ്ക്ക് 6 ദളങ്ങളാണുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് 6 തവണ വം എന്നുള്ള മന്ത്രം ഉച്ചരിക്കാം. എന്നിട്ട് ആദിശക്തിയോട് പൂർണ്ണമായിട്ടും അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വാധിഷ്ഠാൻ ചക്രയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മറ്റേ ഇടത്തെ കൈ ശ്രീ ആദിശക്തിയുടെ നേരെ വെച്ച് വലത്തെ കൈ സ്വാധിഷ്ഠാൻ ചക്രയിൽ അമർത്തി വയ്ക്കുക. എന്നിട്ട് അവിടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വം 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 ഇങ്ങനെ 6 തവണ ജപിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നുമുള്ള ആ ഒരു സ്പന്ദനം, ആ ഒരു ചൈതന്യം നമ്മുടെ ചക്രയിലേക്ക് ചക്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവും, ആ ഊർജ്ജകേന്ദ്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അതും പിന്നെ ഈ മന്ത്രത്തിൻ്റെ ശക്തിയും കൂടെ നമ്മളുടെ ആ ഊർജ്ജകേന്ദ്രത്തെ ശുദ്ധീകരിക്കാനും അതിൻ്റെ ന്യൂനതകളൊക്കെ തന്നെ നീക്കാനും ഇത് വളരെയധികം ഗുണം ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫുഡ് സോക്കിംഗ്, അതായത് പാദനിമഞ്ജനം, അതേപോലെ നിങ്ങൾക്ക് മെഴുകുതിരി ഫയർ എലിമെൻ്റ് ഇടത് സൈഡിലൊക്കെ തന്നെ മെഴുകുതിരി കൊണ്ടിങ്ങനെ അത് നമ്മുടെ ഓരോ ഊർജ്ജകേന്ദ്രങ്ങൾക്കും ചക്രങ്ങൾക്കും ഒക്കെ മുമ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കൈകൊണ്ടിങ്ങനെ ഓരോ ചക്രങ്ങളിൽ നിന്നും കൈകൊണ്ട് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി അത് ഭൂമിയിലേക്ക് കളഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാം.
അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ധ്യാനം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കുണ്ടലിനി ആവേക്കൻ ചെയ്ത് യോഗ പ്രാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവനീയമാകുന്നതിൻ്റെ ഒരുപക്ഷെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് തികച്ചും അത് ആ സ്രോതസ്സ് നിങ്ങളിൽ പ്രവഹിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ചും നിങ്ങൾ കൈ ഉപയോഗിക്കുന്നത് ഓരോ ചക്രങ്ങളിലും നമ്മൾ സ്പന്ദനം കൊടുക്കാനും ഒരു എന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് കളയുന്നതും ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള വളരെയധികം റിസൾട്ട് തരുന്ന മാർഗങ്ങളാണ്. നിങ്ങൾ യോഗ പ്രാപിച്ചു കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ വളരെയധികം റിസൾട്ട് തരുന്ന മാർഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് ശക്തി നമ്മളിൽ വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എല്ലാം നമ്മുടെ ഉള്ളിലാണ്. ഒന്ന് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എല്ലാം സർവ്വതാ നമ്മളുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുക. ദിവസവും നമ്മളുടെ അന്തരാത്മാവുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും വലിയ ആ ഒരു വ്യക്തിയുമായിട്ട്, ആ മഹാസത്യവുമായിട്ട്, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അന്തരാത്മാവുമായിട്ട് ദിവസം ഒരു തവണയെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും സർവ്വതാ അന്തരാത്മാവിൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീ മാതാജി. Today, in these modern times, we are face to face with lots of complicated problems, lots of shocks that are awaiting us. And then we look back to understand why have we failed? What has gone wrong with all of us? Whatever way the human beings have moved, in whatever direction they have tried to achieve something, the whole thing has recoiled on the whole humanity and has destroyed it. One must stop at this point and witness the reason, the basic reason what mistake we have committed. We talk of love, we talk of peace, world peace, but the peace is not in your hearts. Peace is not within. You are in a turmoil. And how can you bring forth peace all over? If the sea is full of waves which are in a turmoil, how do you expect the boat to be steady? The reason is we are not trying to find out what's wrong with us, but we are all the time trying to find out what's wrong with others. But who is the other? We are all part and parcel of one great world. God has not created many countries. He never knew about these things. He'll be surprised if he visits this world. He'll be surprised the way we have divided ourselves into countries, and from one country to another country, you move like a criminal with a passport number. This idea of love is not love. This conception, the mental projection that we call love is not love at all. The love is something which is a power. A power that is looking after us. The power that is guiding us. The power that has nourished us, has brought us to this level. We, in our ego, human beings, think that, oh, we have done this, we have done that. You have done nothing.